ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് രൂരു എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്? ഇവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെ 3 സെൻറ്റൻസസും കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസ്, ഓരോ സെൻറ്റൻസും ആ പിക്ചറിലുള്ള ആരാണ് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അവിടെ എഴുതണം, സെൻറ്റൻസസ് അവിടെ എഴുതണം. മേരാ കോയി ദോസ്ത് നെഹി, എനിക്ക് ഒരു കൂട്ടുകാരുമില്ല എന്നാരായിരുന്നു പറഞ്ഞത്? കങ്കാരുവിൻ്റെ കുഞ്ഞ് ജോയ് അല്ലേ, കങ്കാരു കുഞ്ഞാണ് പറഞ്ഞത്. ഇവിടെ എഴുതാം നമുക്ക്. ഞാനിവിടെ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. മേരാ കോയി ദോസ്ത് നെഹി, കങ്കാരു കുഞ്ഞാണ് പറഞ്ഞത്. മേരാ കോയി ദോസ്ത് നെഹി. അതേപോലെ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്ത് പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ, ഫ്രണ്ടിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞതാരാണ്? കങ്കാരു അല്ലേ, അമ്മ കങ്കാരു ആണ് പറഞ്ഞത്. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, ഇവിടെ എഴുതണം. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അടുത്തത് മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ, എൻ്റെ പക്ഷിക്കൂട്, എൻ്റെ കിളിക്കൂട് ചിന്നി ചിതറിപ്പോയിരിക്കുന്നു, പൊട്ടിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു? ചിടിയ. ഇവിടെ എഴുതാം മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ, മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ, എൻ്റെ കിളിക്കൂട് ചിന്നി ചിതറിപ്പോയിരിക്കുന്നു. നെക്സ്റ്റ് പേജിൽ എന്താണ്? അമ്മാക്കെ പാസ് പഹുഞ്ചായെ ലിഖേ, അമ്മയുടെ അടുത്ത് എത്തിക്കണം. പഹുഞ്ചായെ എത്തിക്കണം, ലിഖേ എഴുതണം. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ഇവിടെ അമ്മമാരുണ്ട്, ഇതൊക്കെ അമ്മമാരാണ്. കങ്കാരു, പിന്നെ ഡോഗുണ്ട്, ക്യാറ്റുണ്ട്, പിന്നെ കോഴിയുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങളുമുണ്ട്. കങ്കാരുവിൻ്റെ കുഞ്ഞിനെന്താണ് പറയുന്നത്? ജോയ്. അപ്പം നമുക്ക് ഈ ജോയെ, കങ്കാരു കുഞ്ഞിനെ കങ്കാരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. അതേപോലെ ഇവിടെ കോഴിക്കുഞ്ഞുണ്ട്. കോഴിക്കുഞ്ഞിന് എന്താണ് പറയുന്നത്? ചൂസ. കോഴിക്കുഞ്ഞിന് ചൂസ എന്നാണ് പറയുന്നത്. കോഴിയുടെ അടുത്ത് എത്തിക്കാം. മുറുകി. കോഴിക്കുഞ്ഞിന് കോഴിയുടെ അടുത്ത് എത്തിക്കാം. അടുത്തത് ബിലൗട്ട. ബിലൗട്ട എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞ്. ബിലൗട്ട പൂച്ചക്കുഞ്ഞ്. പൂച്ചക്കുഞ്ഞിന് ബില്ലിയുടെ അടുത്ത്, പൂച്ചയുടെ അടുത്ത് എത്തിക്കാം. ബില്ലി. അടുത്തത് പില്ല. പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ്. പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ നായ്ക്കുട്ടി. നായ്ക്കുട്ടിയെ നമുക്ക് നായയുടെ അടുത്ത് എത്തിക്കാം. കുത്തയുടെ അടുത്ത് എത്തിക്കാം. അപ്പോൾ കങ്കാരുവിൻ്റെ കുഞ്ഞിന് എന്താണ് പറയുന്നത്? ജോയ്സ്. അതേപോലെ കുത്ത. നായയുടെ കുഞ്ഞിന് പില്ല. പൂച്ചക്കുഞ്ഞിന്, ബില്ലിയുടെ കുഞ്ഞിന് ബില്ലൗട്ട. മുറുകി, കോഴിയുടെ കുഞ്ഞിന് ചൂസ എന്നാണ് പറയുന്നത്. അടുത്ത പേജിൽ എന്താണ്? പെഹചാനെ ക്രമമേ ലിഖേ. പെഹചാനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ, ക്രമമേ ലിഖേ ക്രമത്തിൽ എഴുതണം, ഓർഡറിൽ എഴുതണം. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ക്രമം തെറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ശരിയായിട്ട് എഴുതണം, ഓർഡറിൽ എഴുതണം. രൂരു കാ കോയി ദോസ്ത് നഹീത, രൂരുവിന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, രൂരു പക്ഷിയുടെ പുറകെ പോയി. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രഖ് ലിയ, അമ്മി കങ്കാരു പക്ഷിക്കുഞ്ഞിനെ തൻ്റെ പോക്കറ്റിൽ വെച്ചു. രൂരു അമ്മി കി ജേബ് സെ സിർ നിക്കാല, രൂരു അമ്മിയുടെ പോക്കറ്റിൽ നിന്ന്, കങ്കാരു സഞ്ചിയിൽ നിന്ന് സിർ നിക്കാല തല പുറത്തേക്കിട്ടു. ചിടിയാനെ രൂരു കോ ഗാന സിക്കാദിയ, പക്ഷി രൂരുവിന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേത്തെ, കുഞ്ഞുങ്ങൾ നിലത്ത്, തറയിൽ ബേഹാൽ പടേത്തെ അവശരായി കിടക്കുകയായിരുന്നു. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാ താ, രൂരു ഒരു കങ്കാരു കുഞ്ഞായിരുന്നു. അപ്പം നമുക്കിത് ഓർഡറിൽ എഴുതണം. അപ്പം ആദ്യം ഏതാണ് വരിക? രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാ താ. നമുക്കിങ്ങനെ എഴുതാം, രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാ താ, രൂരു ഒരു കങ്കാരു കുഞ്ഞായിരുന്നു. ആദ്യം എഴുതാം. നെക്സ്റ്റ് എന്താ എഴുതാം? രൂരു കാ കോയി ദോസ്ത് നഹീ താ, രൂരുവിന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല.
റൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല. റൂരു അമ്മയുടെ കങ്കാരു സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്കിട്ടു. റൂരു ചിടിയാക്കെ പീछे ചൽ പട. റൂരു പക്ഷിയുടെ പുറകെ പോയി. ബച്ചേ ജമീൻ പർ ബേഹാൽ പടയത്തെ. പക്ഷിക്കുഞ്ഞുങ്ങൾ, പിന്നീട് എന്താണ് കണ്ടത്? പക്ഷിക്കുഞ്ഞുങ്ങൾ നിലത്ത് അവശരായി കിടക്കുകയായിരുന്നു. അവരുടെ അവസ്ഥ മോശമായിരുന്നു. പക്ഷിക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ മോശമായിരുന്നു. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബുമേ രക്കിലിയ. അമ്മി കങ്കാരു ചിടിയാക്കെ ബച്ചേക്കോ പക്ഷിക്കുഞ്ഞിനെ തൻ്റെ കങ്കാരു സഞ്ചിയിൽ വെച്ചു. ചിടിയാനെ റൂറുക്കോ ഗാന സിക്കാദിയ. ലാസ്റ്റിൽ എന്താണ്? ചിടിയാനെ റൂറുക്കോ ഗാന സിക്കാദിയ. പക്ഷി റൂറുവിന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. നെക്സ്റ്റ് പേജിൽ എന്താണ്? സബേരെ ഹി സാരേ മിത്ര ആയേ. രാവിലെ തന്നെ, സബേരെ എന്ന് പറഞ്ഞാൽ രാവിലെ, അതിരാവിലെ, രാവിലെ തന്നെ എല്ലാ കൂട്ടുകാരും എത്തിച്ചേർന്നു. ചിടിയാസെ ബാത്തേ കർണേ ലഗേ. ചിടിയയോട്, പക്ഷിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആരൊക്കെയാണ് എത്തിച്ചേർന്നത്? ഇവിടെ ഹാത്തി, ആനയ്ക്ക് എന്താണ് പറയുക? ഹാത്തിയുണ്ട്. പിന്നെ ചിടിയയുണ്ട്. പിന്നെ ചൂഹ, എലി, ചൂഹയുണ്ട്. മേണ്ടക് എന്ന് പറഞ്ഞാൽ തവളയുണ്ട്. ഭാലു, കരടിയുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ, ചൂസയുണ്ട്. സാപ്പ്, പാമ്പിന് എന്താണ് പറയുക? സാപ്പ്. അതേപോലെ പിന്നെ കങ്കാരു, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? ബാത് ചീത് ആകെ ബഡായേ. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം അത് നമ്മൾ മുഴുവനാക്കണം. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്, അത് നമ്മൾ മുഴുവനാക്കണം. ഹാത്തി, ആന പക്ഷിയോട്, ഈ ചിടിയയോട് ചോദിക്കുകയാണ്, കങ്കാരു കി ജേബുമേ കേസാരഹ. കങ്കാരുവിൻ്റെ സഞ്ചിയിൽ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ചിടിയ എന്താണ് പറയുന്നത്? ബഹുത് അച്ചി ലഗി. വളരെ നന്നായിരുന്നു, വളരെ നല്ലതായിരുന്നു. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എഴുതാം. ബഹുത് അച്ചി ലഗി എന്ന് ചിടിയ പറയുന്നു. അപ്പം മേണ്ടക്, തവള ചോദിക്കുന്നു, കങ്കാരു കി ജേബ് കേസാ ഹേ. കങ്കാരുവിൻ്റെ സഞ്ചി എങ്ങനെയുള്ളതാണ്? കേസാ ഹേ, എങ്ങനെയുള്ളതാണ്? ചിടിയ പറയുന്നു, കങ്കാരു കി ജേബ് നരം ഓർ മുലായം ഹേ. കങ്കാരുവിൻ്റെ സഞ്ചി നല്ല കോമളവും മൃദുലവുമാണ്. നരം ഓർ മുലായം ഹേ, കോമളവും മൃദുലവുമായതാണ്. പിന്നീട് ഭാലു ചോദിക്കുന്നു, തുമേ കങ്കാരു കി ജേബുമേ ഡർ നഹി ലഗ. നിനക്ക് കങ്കാരു സഞ്ചിയിൽ ഭയം തോന്നിയില്ലേ? ഡർ എന്ന് പറഞ്ഞാൽ ഭയം. നിനക്ക് കങ്കാരു സഞ്ചിയിൽ ഭയം തോന്നിയില്ലേ? അപ്പോൾ ചിടിയ പറയുന്നു, നെഹി ഉധർ കോയി ഖത്തര നഹീത. ഇല്ല, അവിടെ ഭയപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. ഖത്തര എന്ന് പറഞ്ഞാൽ അപകടം, അവിടെ ഒരു അപകടവും ഉണ്ടായിരുന്നില്ല. സാപ്പ് ചോദിക്കുന്നു, ക്യാ തുമ്നെ റൂറുക്കോ ഗാന സിഖാദിയ. നീ റൂരുവിന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തോ? അപ്പോൾ ചിടിയ പറയുന്നു, ഹാ. പിന്നെ എഴുതാം, മേനെ ഗാന സിഖാദിയ എന്ന് എഴുതാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സംഭാഷണം എഴുതാം. അടുത്ത പേജിൽ ലിഖേ ക്യാ ക്യാ ദേഖേ. എഴുതൂ, എന്തൊക്കെയാണ് കണ്ടത് എഴുതൂ. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് അത് എഴുതണം. പിന്നെ ഇവിടെ എന്താ റൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്? കങ്കാരുവും കങ്കാരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ദുനിയ കിത്നി ബഡി. ദുനിയ, ലോകം എത്ര വലുതാണ്. ദുനിയ കിത്നി ബഡി, ലോകം എത്ര വലുതാണ്. കിത്ന സുന്ദർ, എത്ര മനോഹരമാണ്. കിത്നെ സാരേ രംഗ്, എത്ര തരത്തിലുള്ള കളറുകളാണ്, ഒരുപാട് കളറുകളുണ്ട്. ആവാസേ, ശബ്ദങ്ങൾ. കിത്നി ഖുഷ്ബു, എത്ര സുഗന്ധങ്ങളാണുള്ളത്. ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആസ്മാൻ മേ ബാദൽ ഹേ പാനി ബരസ്താ ഹേ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്ത് മേഘങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്. പാനി ബരസ്താ ഹേ, മഴ പെയ്യുന്നുണ്ട്. അത് ഈ പിക്ചറിൻ്റേതാണ്. ആകാശം കണ്ടോ, ആസ്മാൻ, ആകാശത്ത്. ആസ്മാൻ മേ ബാദൽ ഹേ ഓർ പാനി ബരസ്താ ഹേ, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പിക്ചറിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഇവിടെ ചെടിയിൽ പൂക്കളുണ്ട് അല്ലേ, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. പൂമ്പാറ്റ അവിടെ ഇങ്ങനെ പറന്ന് തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബഗീജേമേ രംഗ് ബിരംഗി ഫൂൽ ഖിലേ ഹേ. ബഗീജേമേ, തോട്ടത്തിൽ
രംഗ് ബിരംഗ് പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ബഗീചേ മേ രംഗ് ബിരംഗെ ഫൂൽ ഖിലേ ഹേ എന്നെഴുതാം. തോട്ടത്തിൽ പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. തിത്തലിയ ഫൂലോ പർ മണ്ഡരാ രഹി ഹെ. തിത്തലിയ പൂമ്പാറ്റകൾ ഫൂലോ പർ മണ്ഡരാ രഹി ഹെ, അതായത് പൂക്കളുടെ ചുറ്റും ഇങ്ങനെ പാറി നടക്കുന്നു. പൂക്കളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇങ്ങനെ പാറി നടക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും? അതിൻ്റെ ഫൂലോं का रस पीने के लिए, പൂക്കളുടെ ആ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ പാറി പാറി നടക്കുന്നു. അടുത്ത പിക്ചറിൽ എന്താണ് കാണാൻ കഴിയുന്നത്? സന്ധ്യാസമയമാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സന്ധ്യാക്ക സമയ ഹെ അല്ലെങ്കിൽ സാഞ്ച് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, സന്ധ്യാസമയം. സാഞ്ച് കാ സമയ ഹെ. പഹാഡോं के पीछे सूरज डूब रहा है. ഇവിടെ മലകൾ കാണുന്നുണ്ട് അല്ലേ? പഹാഡോं के पीछे, മലകളുടെ പുറകിൽ. പഹാഡോं के पीछे സൂര്യൻ ഡൂബ് രഹാ ഹെ, അതായത് മുങ്ങി താഴുന്നു, അതായത് സൂര്യൻ അസ്തമിക്കുകയാണ്. പഹാഡോं के पीछे സൂരജ് ഡൂബ് രഹാ ഹെ. രാസ്തേ മേ ഏക് പേട് ഹെ. ഇവിടെ ഒരു മരവും കാണുന്നുണ്ട് അല്ലേ ഈ വഴിയുടെ അടുത്ത്. അപ്പം നമുക്ക് എന്തെഴുതാം? രാസ്തേ മേ ഏക് പേട് ഹെ. രാസ്ത എന്ന് പറഞ്ഞാൽ വഴിയിൽ ഒരു മരവുമുണ്ട്. രാസ്തേ മേ ഏക് പേട് ഹെ എഴുതാം. ഇതാണ് സാഞ്ച് കാ സമയ ഹെ, വൈകുന്നേരം സമയമാണ്. പിന്നെ പഹാഡോं के पीछे സൂരജ് ഡൂബ് രഹാ ഹെ, മലകളുടെ പുറകിൽ സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ മുങ്ങി താഴുന്നു. പിന്നെ രാസ്തേ മേ ഏക് പേട് ഹെ, വഴിയിലൊരു മരമുണ്ട്. അടുത്ത പിക്ചറിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു വീട് കാണുന്നുണ്ട്, ഒരു നദി ഒഴുകുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. നമുക്കങ്ങനെ എഴുതാം, ഇതൊരു ഗ്രാമമായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാമത്തിന് എന്താണ് പറയുന്നത്? ഗാവ് മേ ഏക് നദി ബഹ് രഹി ഹെ എന്നെഴുതാം. ഗ്രാമത്തിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ഗാവ് മേ ഏക് നദി ബഹ് രഹി ഹെ. നദി കെ കിനാരെ ഏക് പേട് ഹെ എഴുതാം. നദിയുടെ തീരത്ത് ഒരു മരമുണ്ട്. നദി കെ കിനാരെ ഏക് പേട് ഹെ. കിനാര എന്ന് പറഞ്ഞാൽ തീരം അല്ലേ. നദിയുടെ തീരത്ത് ഒരു മരമുണ്ട്. ദൂസരേ കിനാരെ ഏക് ഘർ ഹെ. മറ്റേ തീരത്ത് മറുഭാഗത്ത്, നദിയുടെ മറുഭാഗത്ത് ഒരു വീടുണ്ട്. ദൂസരേ കിനാരെ ഏക് ഘർ ഹെ. ഇസ് ചിത്ര മേ ഏക് മേട്ടക് ഹെ ഓർ 3 മച്ഛലിയാ ഹെ. ഒരു മേട്ടക് കണ്ടോ, ഏക് മേട്ടക് ഹെ തവളയുണ്ട്. 3 മച്ഛലിയാ ഹെ, 3 മത്സ്യങ്ങളുമുണ്ട്. അപ്പം നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു നോക്കുക, എഴുതി നോക്കുക. എന്തൊക്കെയാണ് ഓരോ സാധനങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, അതിനിങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതി നോക്കുക. അപ്പോൾ ഈ പിക്ചറിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഗാവ് മേ ഏക് നദി ബഹ് രഹി ഹെ. ഗ്രാമത്തിൽ ഇവിടെ നദി ഒഴുകുന്നുണ്ട്. നദി കെ കിനാരെ ഏക് പേട് ഹെ. നദിയുടെ തീരത്തൊരു മരമുണ്ട്. പിന്നെ ദൂസരേ കിനാരെ അല്ലെങ്കിൽ കിനാരെ പറന്നും എഴുതാം. ദൂസരേ കിനാരെ പർ ഏക് ഘർ ഹെ. പിന്നെ ഇസ് ചിത്ര മേ ഏക് മേഡക് ബി ഹെ ഓർ 3 മച്ഛലിയാ ബി ഹെ. 3 മത്സ്യങ്ങളുമുണ്ട്. അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത് അല്ലേ? ഒരു പേടുണ്ട്, ഒരു മരമുണ്ട്, ഒരു കിളിയുണ്ട്, കിളി പാടുന്നുണ്ട്. നമുക്കെങ്ങനെ എഴുതാം? പേട് പർ ചിടിയാ ഹെ. ഏക് പേട് ഹെ എന്ന് ആദ്യം എഴുതാൻ വേണമെങ്കിൽ, ഒരു മരമുണ്ട്, ഏക് പേട് ഹെ. പേട് പർ ചിടിയാ ഹെ. ചിടിയ ഗാന ഗാ രഹി ഹെ. പക്ഷി പാട്ട് പാടുന്നു എന്നെഴുതാം. ഗാന പാട്ട്, ഗാ രഹി ഹെ പാടുന്നു. അപ്പോൾ ഏക് പേട് ഹെ, പേട് പർ ഏക് ചിടിയാ ഹെ. ചിടിയ ഗാന ഗാ രഹി ഹെ. പേട് കെ ഡാലി പർ എന്നും എഴുതാം. മരച്ചിലകൾക്ക് എന്താണ് പറയുന്നത്? ഡാലി. പേട് की डाली पर एक चिड़िया है. चिड़िया गाना गा रही है. അടുത്തത് മേരെ വിവരണമേ, എൻ്റെ വിവരണത്തിൽ. പിന്നെ ശീർഷക് ഹെ. ശീർഷക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡിങ്. ഇതിനൊരു ഹെഡിങ് ഉണ്ടോ? ഹെഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഹാ എന്ന് എഴുതണം, ഇല്ലെങ്കിൽ നെഹി എന്ന് എഴുതണം. അപ്പോൾ ഹെഡിങ് ഉണ്ടോ? ഇതിന് ഹെഡിങ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ. വേണമെങ്കിൽ നമുക്ക് ദുനിയ എന്ന് എഴുതാം. ദുനിയ, ലോകം. ഹെഡിങ് ഉണ്ടെങ്കിൽ ഹാ എന്ന് എഴുതണം, ഇല്ലെങ്കിൽ നെഹി എന്ന് എഴുതണം. അതേപോലെ ദൃശ്യോം കാ വിവരൺ ഹെ. ദൃശ്യോം കാ വിവരൺ ഹെ. ഈ
ദൃശ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഓരോരോ പിക്ചറിലുള്ള കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാ എന്ന് എഴുതാം. അതേപോലെ ഉചിത് ഭാഷ ഹെ, ശരിയായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാ എങ്കിൽ ഹാ എന്ന് എഴുതാം. ശരിയായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണെങ്കിൽ ഹാ എഴുതാം, അല്ലെങ്കിൽ നഹി എന്ന് എഴുതാം. അടുത്തത് പോസ്റ്റർ തയ്യാർ കരേ. പോസ്റ്റർ തയ്യാറാക്കണം. അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസ്. അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഏത് ദിവസമാണ്? 30 ജൂലൈ. 30 ജൂലൈക്കാണ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മേരെ പോസ്റ്റർ മേ സന്ദേശ് വാക്യ ഹെ, ആകർഷകത ഹെ, താരീഖ് ഹെ. താരീഖ് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ്. താരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ്. ഡേറ്റ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ഡേറ്റ് എഴുതി നമ്മൾ അല്ലേ? 30 ജൂലൈ ഡേറ്റ് എഴുതി. ഡേറ്റ് ഉണ്ട്. ഇവിടെ ഹാ എന്ന് എഴുതാം. അതേപോലെ ആകർഷകത ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ വരച്ചു കൊടുക്കുക. നല്ല ഭംഗിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള പിക്ചർ വരച്ചു കൊടുക്കുക. അപ്പോൾ ആകർഷകത ഹെ, നല്ല പിക്ചറൊക്കെ വരച്ചിട്ട് ഇവിടെ ഹാ എന്ന് എഴുതാം. അതേപോലെ സന്ദേശ് വാക്യ ഹെ. സന്ദേശ് വാക്യ നമ്മൾ എന്താ എഴുതിയത്? റിശ്തേ തോ ബഹുത് ബൻതേ ഹെ ജിന്ദഗി മേ, पर दोस्ती वो अनमोल बंधन है जो सदा दिल में बसता है. रिश्ते तो बहुत बनते हैं ജിന്ദഗി മേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. പർ ദോസ്തി വോ അൻമോൾ ബന്ധൻ ഹെ. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഒരു അതുല്യമായ ഒരു ബന്ധനമാണ്, ഒരു ബന്ധമാണ്. സദാ ദിൽ മേ ബസ്താ ഹെ. അത് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇതാണ് സന്ദേശവാക്യം. അപ്പോൾ നമ്മുടെ ഈ പോസ്റ്ററിൽ സന്ദേശവാക്യം ഉണ്ട്. ഹാ എന്ന് എഴുതാം. ആകർഷകത ഹെ. നിങ്ങൾ പിക്ചർ, നല്ലൊരു പിക്ചർ ഇവിടെ വരയ്ക്കുക. ഫ്രണ്ട്സിൻ്റെ പിക്ചർ വരയ്ക്കുക. ഇനി അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസ് കി ശുഭകാമനായേ. ശുഭകാമനായേ എന്ന് പറഞ്ഞാൽ അനുമോദനങ്ങൾ. ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ വിഷസായിട്ട് എഴുതാം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ഡേറ്റ്, അതിൻ്റെ ഡേറ്റ് എഴുതണം. പിന്നെ ഒരു സന്ദേശവാക്യം എഴുതണം. ഇതിന് ശേഷം ഇവിടെ ആകർഷകത, അതായത് നല്ലൊരു പിക്ചർ, അതോടനുബന്ധിച്ചിട്ടുള്ള പിക്ചറും വരയ്ക്കണം.